ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. CCTV ക്യാമറകളുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെ ബൂമിംഗ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വർഷം വരുമ്പോഴത്തേക്കും പുതിയ ക്യാമറകളൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എല്ലാ കമ്പനികളും മത്സരത്തിലാണെന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹിക്വിഷൻ്റെ ഒരു 2-3 ക്യാമറകൾ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് 2024 ഇറങ്ങിയത് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോണത് ഹണിവെൽ എന്ന് പറയുന്ന കമ്പനിയുടെ, ഹണിവെൽ നിങ്ങൾക്ക് അറിയാം, ഒരു US ബ്രാൻഡ് കമ്പനിയാണ്. ഹണിവെലിൻ്റെ ഇമ്പാക്റ്റ് സീരീസിലുള്ള ക്യാമറകൾ അവർ പുറത്തിറക്കുന്നത് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷന് സ്യൂട്ടബിൾ ആണ്, അതുപോലെ തന്നെ കോസ്റ്റും കുറവാണ്. ഇപ്പോൾ ഇമ്പാക്റ്റിൽ 2024 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ അൾട്രാ ലൈറ്റ് സീരീസിൽ വരുന്ന ഒരു ക്യാമറ, ഒരു കളർ ക്യാമറയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കറിയാം രാത്രിയിലാണ് നമ്മൾ വീട്ടിലേക്ക് ഒരു ക്യാമറ എടുക്കുമ്പോൾ ഏറ്റവും നല്ല ക്ലാരിറ്റി വേണ്ടത് അല്ലേ. അപ്പോൾ 50 മീറ്റർ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ, അതായത് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റി 50 മീറ്ററോളം ഈ ഒരു ക്യാമറയിൽ വരുന്നുണ്ട്. കളർ മോഡിലേക്കാണ് ഈ ഒരു ക്യാമറ നമ്മൾ സ്വിച്ച് ചെയ്തിടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് 2 വൈറ്റ് ലൈറ്റ് LEDs ഉണ്ട്. അത് 15 മീറ്റർ ദൂരത്തേക്ക് നമുക്ക് നല്ലൊരു ഇല്യൂമിനേഷൻ തരും. അത് മാത്രമല്ല, ഇമ്പാക്റ്റ് സീരീസിൽ വരുന്ന എല്ലാ ക്യാമറകൾക്കും ഓഡിയോ വരുന്നുണ്ട് കേട്ടോ. മൈക്കും കൂടെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ക്യാമറകളാണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഡെമോ വീഡിയോ നമുക്ക് നോക്കാം, അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഈ ഒരു ക്യാമറയുടെ മോഡൽ നമ്പർ വരുന്നത്. അധികം സമയം കളയണ്ട, നമുക്ക് ഈ ഒരു ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ക്യാമറയുടെ കൂട്ടത്തിൽ ഒരു ക്വിക്ക് റെഫറൻസ് ഗൈഡ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ് തന്നിട്ടുണ്ട്. IP ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഈ ഒരു വെതർ പ്രൂഫ് ഗ്ലാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നമ്മുടെ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നത് ഒരു സ്ക്രൂ സെറ്റ് വരുന്നുണ്ട് കേട്ടോ. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള വളരെ ചെറിയൊരു ക്യാമറയാണിത്. ഈ ഒരു ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഇത് മെറ്റൽ ബോഡി ഒന്നും അല്ല ഈ ഒരു ക്യാമറ വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറയുടെ നിർമ്മാണം വരുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റലേഷന് ശേഷം നമുക്ക് ഈ ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. നമുക്ക് മനസ്സിലായത് കണ്ടോ, ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്കാണ് ഇതിങ്ങനെ പതിയെ ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും ഈ ഒരു ക്യാമറയെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പല ക്യാമറകളിലും 3-way അഡ്ജസ്റ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വളരെ എളുപ്പം തന്നെ നമുക്കിത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കും. ഈ ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട് കൊടുത്തേക്കുന്നത് ഹൈബ്രിഡ് LEDs ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ലൈറ്റും ഇൻഫ്രാറെഡും ഈ ഒരു LED തന്നെ കിട്ടും. നമ്മുടെ ക്യാമറയുടെ കോൺഫിഗറേഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് IHView എന്ന് പറഞ്ഞ ഈ ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ, IHView. അപ്പോൾ IHViewൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ, ഇപ്പം ഞാൻ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഈ ഒരു ക്യാമറ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ക്യാമറ ഇവിടെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കണ്ടോ, 192.168.1.22 സെർച്ച് ചെയ്തു ഞാനത് ആഡ് ചെയ്യുവാണ്. ആ ഒരു ക്യാമറയുടെ പാസ്വേഡ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഞാൻ ആ ഒരു ക്യാമറയുടെ പാസ്വേഡ് കൊടുത്തു. ആ ഒരു ക്യാമറ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യൂവിലേക്ക്, അതായത് ഹോം പേജിലേക്ക് പോയിട്ട് നമുക്ക് ലൈവ് വ്യൂ നോക്കാൻ സാധിക്കും. ഇതാണ് ആ ഒരു ക്യാമറയുടെ ലൈവ് വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈവ് വ്യൂവിൽ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു ക്യാമറയുടെ ക്ലാരിറ്റിയിലുള്ള നല്ലൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ 5:56, അതായത് 6 മണി ആ ഒരു സമയത്തുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത്രമാത്രം ലൈറ്റുള്ളൊരു സമയമല്ലാന്ന് നിങ്ങൾക്കറിയാം. 6 മണി എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ലൈറ്റുള്ളൊരു സമയമല്ല. ഞാൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നൈറ്റ് വിഷൻ വ്യൂവും കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് മുമ്പ് കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു സോഫ്റ്റ്വെയറിലുള്ള കാര്യങ്ങളൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്കിവിടെ ഡിജിറ്റൽ സൂം ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയാണ് ഡിജിറ്റൽ സൂം ചെയ്യേണ്ടത് കണ്ടോ. ഇതേപോലെ നമ്മൾ നോക്കാൻ നമുക്ക് സാധിക്കും. ഇതൊരു 4 MP ക്യാമറയാണ്. നമ്പർ പ്ലേറ്റ് ഡിറ്റക്ഷൻ ക്യാമറയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നമ്പർ പ്ലേറ്റ് ഒന്നും നമുക്ക് അത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു കോസ്മിക് എന്നൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, നമ്മുടെ സൈക്കിളിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് റൈറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ, സ്ക്രീനിൽ റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ വ്യൂ മോഡ്, ആസ്പെക്റ്റ് റേഷ്യോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 16:9 എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിലുള്ള ഒരു കറക്റ്റ് ആസ്പെക്റ്റ് റേഷ്യോ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാർക്കിംഗ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് നമ്മൾ ചെയ്യണത് നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ പഴയ ഒരു ക്യാമറയിൽ, നേരത്തെ നമ്മുടെ ഈ ഹണിബെൽ ഇമ്പാക്റ്റിൻ്റെ ഒരു ക്യാമറയിൽ ഞാൻ ഈ റോട്ടിലേക്ക് വെച്ചിട്ട് ഒരു വീഡിയോ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയെ ബ്രൗസർ മോഡിൽ ആക്സസ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ 192.168.1.22 എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്യാമറയുടെ IP അഡ്രസ്സ്. അത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ ഗൂഗിൾ ക്രോമോ മോസില്ലയോ അങ്ങനെ ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാമറയുടെ യൂസർ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ക്യാമറയുടെ പാസ്വേഡ് കൊടുത്തു ലോഗിൻ ചെയ്യുകയാണ്. പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇത് നമ്മൾ കാണുന്നത് ഒരു നമ്മുടെ IHView ഇമ്പാക്റ്റിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ അകത്താണെങ്കിൽ ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഗൂഗിൾ ക്രോമിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാനൊരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ലൈൻ ഡ്രോ ചെയ്തേക്കുന്നതിന് അഗെയിൻസ്റ്റ്, അതായത് ട്രിപ്പ് വയർ പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ താഴെയായിട്ട് റെഡ് ഐക്കണിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്കത് അതിൻ്റെ കോൺഫിഗറേഷൻ സെറ്റിങ്സ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഞാൻ എന്താണ് അവിടെ വരച്ചു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് ട്രിപ്പ് വയർ പ്രൊട്ടക്ഷൻ, അതായത് ബിഹേവിയർ അനാലിസിസ് ഉള്ള അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 റൂള് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. റൂൾ നമ്പർ 1 നമ്മളിവിടെ കൊടുത്തേക്കുന്നത് പെരിമീറ്റർ പ്രൊട്ടക്ഷൻ ആണ്. അതിൽ ഞാൻ ഡിറ്റക്ഷൻ മോഡ് കൊടുത്തേക്കുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ നമുക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് വരുന്ന രീതിയിൽ വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്കൊരു ലൈൻ ഡ്രോ ചെയ്ത് കൊടുക്കാൻ സാധിക്കും കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഞാൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, ഇത് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടൈമിലാണ് നമുക്ക് ആ ഒരു ലൈനിൻ്റെ ഉള്ളിലേക്ക്, അതായത് ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ അത് ഏത് പർട്ടിക്കുലർ സമയത്ത് വരുമ്പോഴാണ് നമുക്ക് അലേർട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് മൺഡേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞ അങ്ങനെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. ലിങ്കേജ് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്, അത് ഫ്ലാഷ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അത് ഓൾവേസ് ഓൺ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഈ ലൈറ്റ് ഒക്കെ നമുക്ക് ഫ്ലാഷ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ടിക്ക് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്ലാഷിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമതൊരു റൂളും കൂടെ വേണമെങ്കിൽ ആ ക്യാമറയെ തന്നെ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് ഞാനിവിടെ ഇങ്ങനെ വരച്ച് വെച്ചേക്കണം കണ്ടോ. അപ്പോൾ ഇതിന് അഗെയിൻസ്റ്റും ഇതുപോലെ തന്നെ നമുക്ക് സമയം ഏതെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഡേറ്റ് ആണ് നമുക്ക് വേണ്ടത്, ഏത് ടൈമിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഡേറ്റ് അല്ല, ഡേ ആണ്, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വൈറ്റ് ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ നേരത്തെ ഒരു FTP സെർവറിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇതിന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു FTP സെർവർ ഉണ്ടെങ്കിൽ ആ ഒരു FTP സെർവറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് FTP എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ FTP സെർവറൊക്കെ ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ വിൻഡോയിലാണ് എൻ്റർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റൂള് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനകത്ത് നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൂള് ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഹൈലൈറ്റിനും ഓപ്ഷൻസ് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന റൂളിന് അഗെയിൻസ്റ്റ് ഇവിടെ ആളുകൾ വരുകയും പോവുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നമുക്ക് റിയൽ ടൈം അലേർട്ട് കിട്ടുന്ന രീതിയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് മൊബൈലിലേക്ക് നമുക്ക് അലേർട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് അലേർട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഞാൻ പ്ലേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ എന്താണ് നടന്നതെന്ന് എനിക്കിവിടെ ഈ ഒരു ചെറിയ വിൻഡോയിലേക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഈ ഒരു ക്യാമറ റോട്ടിലേക്ക് വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ എങ്ങനെയാണ് FTP സെർവർ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം എന്നുള്ള കാര്യങ്ങളും അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു ക്യാമറയുടെ നൈറ്റ് വിഷൻ വീഡിയോ ക്വാളിറ്റി. ഇപ്പോൾ സമയം 7:19 ആയിട്ടുണ്ട്, 7:20 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ക്യാമറയുടെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ ഇവിടെ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു കണ്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമറ അയാളെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. കാരണം അത് നമുക്കിവിടെ ഒരു ഹാൻഡ് ഗ്രില്ലുണ്ട്. ആ ഹാൻഡ് ഗ്രില്ലിൽ ആ ഒരു വെട്ടം നമുക്ക് അടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറ അങ്ങനെ ഹ്യൂമൻ ഡിറ്റക്ഷൻ ക്യാമറ എന്ന് 100% നമുക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം ചിലപ്പോൾ നിഴലുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ ഫ്ലാഷ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സെൻസിറ്റിവിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു അലേർട്ടിൻ്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ.
അതായത് ഹ്യൂമൻ ഡിറ്റക്ഷൻ ആക്യുറസി ഫോണിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ആ സെൻസിറ്റിവിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് സാധിക്കുന്നത്. ഒബ്ജക്റ്റ് റിലേറ്റഡ് ഡിറ്റക്ഷൻ ആണ് വരുന്നത്. കറക്റ്റായിട്ട് ഹ്യൂമൻ ഷേപ്പ് ഡിറ്റക്ഷൻ അല്ല ഇവിടെ നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നൈറ്റ് വിഷൻ ക്വാളിറ്റി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു കളർ ക്യാമറയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ലൈറ്റൊക്കെ ഉള്ള ഒരു അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ തിരിച്ചു വെക്കുന്നതെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നമുക്ക് എന്തായാലും ആ ഒരു ക്യാമറ തരും. പക്ഷേ നമ്മൾ കൂരിരുട്ടത്തേക്കാണ് ഇതേപോലുള്ളൊരു കളർ ക്യാമറ വെക്കുന്നതെങ്കിൽ ഈ ക്യാമറയിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശത്തിന് ഒരിക്കലും അത്രയും വളരെ വലിയൊരു ഏരിയ ഇലുമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ക്വാളിറ്റി തീർച്ചയായിട്ടും മോശമാകാൻ സാധ്യതയുണ്ട്. അത് ഈ ഒരു ക്യാമറയുടെ മാത്രമല്ല, ഏത് കളർ ക്യാമറയാണെങ്കിലും അതേ രീതിയിൽ തന്നെയായിരിക്കും പെർഫോം ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് വിഷൻ ക്വാളിറ്റി നല്ലപോലെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വെക്കുന്ന ആ ഒരു ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെട്ടമുള്ള ഒരു സ്ഥലത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഇപ്പോൾ കണ്ടോ, ആ ഒരു വ്യക്തി അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ആ ഒരു ക്യാമറ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ ഫ്ലാഷ് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ഹാൻഡ് ഗ്രില്ലിലേക്ക് അടിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിൽ നമുക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ ആ ക്യാമറയുടെ ആ ഒരു സെറ്റിങ്സിനകത്ത് ഫ്ലാഷിംഗ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. നമ്മളിപ്പോൾ ക്യാമറ ജസ്റ്റ് ആ ലൈറ്റ് തെളിഞ്ഞു കിടക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് അതേ രീതിയിൽ തെളിഞ്ഞു കിടക്കുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നെക്സ സിസ്റ്റം എന്നുള്ള നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9 വർഷത്തോളം എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നെക്സ സിസ്റ്റം. അപ്പോൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സർവേ നടത്തി ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ IP ക്യാമറകളുടെ അഡ്വാൻസ്ഡ് ലെവൽ കോൺഫിഗറേഷനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ വീഡിയോ ആയിട്ട് ഞാൻ ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് IP ക്യാമറകളുടെ A to Z കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്റ്റലേഷൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളൊരു ക്യാമറ സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് കോൺഫിഗറേഷൻ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാകുന്നു. പ്രൈവറ്റ് വീഡിയോസ് അല്ല. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്. ഒരു മാസം 159 രൂപ. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന 100ഓളം വീഡിയോസ് നിങ്ങൾക്ക് അതിന് കാണാൻ സാധിക്കും. പുതിയ വീഡിയോസ് നമുക്ക് ഒരു 10 എണ്ണം ഒരു മാസം വെച്ച് നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ കോൺഫിഗറേഷൻ വീഡിയോസ് എന്നുള്ള പേരിലാണ് ഞാനൊരു പ്ലേലിസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.